ചെറിയ കുട്ടി ഒരു നായയുടെ പുറത്ത് ചെറുതായിട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക. നായ അതൊക്കെ സഹിച്ച് അവിടെ കിടക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കുട്ടി വളരെ ഫോഴ്സിൽ നല്ല ആഴത്തിൽ ഈ നായനെ കുത്തി. നായ ദേഷ്യത്തിൽ കുറച്ചുകൊണ്ട് ഈ കുട്ടിയുടെ പിന്നാലെ ഓടി. ഇത് കണ്ട നാട്ടുകാര് നായ്ക്ക് പേ പിടിച്ചു എന്ന് വിചാരിച്ച് ഈ നായനെ തല്ലിക്കൊന്നു. എന്നാൽ എന്തുകൊണ്ടാണ് നായ കുറച്ചുകൊണ്ട് കുട്ടിയുടെ പിന്നാലെ ഓടിയെന്നുള്ളത് ഈ വീഡിയോ കണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെയാണ് റിയാക്റ്റീവ് അബ്യൂസ് എന്ന് പറയാം. നമ്മുടെ ലൈഫും ഇതുപോലൊക്കെ തന്നെയാലേ. നമ്മൾ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് നമ്മൾ നോവിക്കാനുണ്ടാവും. ആദ്യമൊക്കെ നമ്മളും സഹിച്ചു നിൽക്കും. പിന്നെ സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ എന്തുണ്ടാകും? പൊട്ടിത്തെറിക്കും. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ പിന്നിലെ സത്യം പോലും മനസ്സിലാക്കാതെ നമ്മളെ കുറ്റപ്പെടുത്താനായിട്ട് ഒരുപാട് പേരുണ്ടാവും. ഇതുപോലെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വരാറുണ്ട്. സ്വന്തം പാർട്ട്ണറിൽ നിന്ന് ടോക്സിക് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടും ആദ്യമൊക്കെ സൈലൻ്റായി അഡ്ജസ്റ്റ് ചെയ്ത് സഹിച്ചു നിന്ന് എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോൾ ഇവർ സഹിക്കാൻ പറ്റാതെ പ്രതികരിക്കും. അതുവരെ അവരുള്ളിൽ ഒതുക്കിയിരുന്ന ദേഷ്യം, അമർഷം, സങ്കടം എല്ലാം പുറത്തു വരും. ഈ ഒരു റിയാക്ഷൻ കാണുന്നതോട് കൂടിയിട്ട് വിക്ടിമിനെ എല്ലാവരും തെറ്റിദ്ധരിക്കും. അവരുടെ കണ്ണിൽ ഇവരൊരു ടോക്സിക് ക്യാരക്ടറായിട്ട് മാറും. ബട്ട് എന്തുകൊണ്ടാണ് അവരങ്ങനെ റിയാക്ട് ചെയ്ത് എന്നുള്ള സത്യം ആരും കാണില്ല. ആ നായയ്ക്ക് സംഭവിച്ചതുപോലെ.